ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ഒരു പകല് ഒരു രാത്രി 2 പ്രാവശ്യം നേരത്തെ ശുശ്രൂഷയുടെ ഒരു മാസത്തില് അത് കഴിഞ്ഞത് 3-ാമത്തെ പ്രാവശ്യമാണ് നിങ്ങളുടെ നടുവിൽ വചന ശുശ്രൂഷയുമായി ഇന്ന് പകൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തിയത്. എന്നെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച ദൈവദാസനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ ദൈവജനത്തിനും ദൈവദാസനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എന്നെ മിക്കവർക്കും സുപരിചിതമായി ആണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. എൻ്റെ പേര് റോബിൻ മാമൻ. ഞാൻ മുംബൈയിൽ ബൈന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് IPC സഭയിലെ ശുശ്രൂഷയിലാണ്. എൻ്റെ വൈഫിന്റെ പേര് വിജി. 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞ് എബനേസർ, ഇളയ കുഞ്ഞ് ഇമ്മാനുവൽ. ദൈവകൃപയാൽ ഞങ്ങള് ഈ ദേശത്ത് ദൈവവചന ശുശ്രൂഷയായി സഭാ ശുശ്രൂഷയായി അനുഗ്രഹത്തോടു കൂടെ കടന്നു പോകുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഒരു വാക്ക് ഓർപ്പിച്ചിട്ട് വചന ശുശ്രൂഷയിൽ കടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അല്പസമയ ചിന്തയ്ക്കായി 18-ാം സങ്കീർത്തനം അതിന്റെ 29-ാം വാക്യം നമുക്ക് ദൈവത്തിൽ വായിക്കാം. 18-ാം സങ്കീർത്തനം അതിന്റെ 29-ാം വാക്യം. നിന്നാൽ ഞാൻ പടക്കൂട്ടിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. താങ്ക് യു ആന്റി. ഒരു നിമിഷങ്ങളിൽ അടയ്ക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, നിങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്ന് ഓൺലൈനിലൂടെ ദൈവത്തെ പാടി ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ദൈവത്തെ ശ്രദ്ധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല ഭവനങ്ങളിലായി ഞങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഓരോ വ്യക്തികളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ സാന്നിധ്യം ഇറങ്ങിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അല്പസമയം ഞങ്ങൾ ദൈവവചനത്തിന് മുമ്പിൽ ഞങ്ങൾ ഇരിക്കുന്നല്ലോ. കർത്താവേ, എന്നെക്കാൾ കഴിവുള്ളവരും പ്രാപ്തന്മാരുടെ നടുവിൽ എളിവൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കരം വ്യാപരിക്കപ്പെടുവാൻ വചനത്തിന്റെ ആഴങ്ങളെ തുറന്നു തന്നു കർത്താവെ, ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള കൃപ സ്വർഗം എളിവിന് പകർന്നു തരണം. കർത്താവെ, കടന്നു വന്ന ഓരോ ദൈവജനത്തിനും ഇന്ന് കേൾക്കുന്ന വചനം ഒരനുഗ്രഹമായി തീരുവാൻ, സകലതും ദൈവത്തിന്റെ നാമത്തിന് മഹത്വം വെളിപ്പെടുവാൻ സ്വർഗം ഇടവരുന്നു. എല്ലാം അങ്ങനെ കൃപ കൂടിയിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഇന്ന് വായിച്ച സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദാവീദ് പ്രൈസ് ദി ലോർഡ് 2 ശമൂവേൽ പുസ്തകം 23-ാം അധ്യായം 30-ാം വാക്യത്തിൽ ദൈവസന്നിധി നന്ദി പറഞ്ഞുകൊണ്ട് പാടുന്ന ഒരു വേദഭാഗമാണ്. അഥവാ ശൗലിന്റെ കയ്യിൽ നിന്നും സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ജയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് മുമ്പിൽ ശത്രുക്കൾ കെട്ടിവെച്ച മതിലുകളെ, പ്രൈസ് ദി ലോർഡ്, തനിക്ക് തടഞ്ഞു വെച്ച മതിലുകളെ ഞാൻ ദൈവത്താൽ മതിൽ ചാടി ജയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ദൈവസന്നിധി നന്ദി പറഞ്ഞുകൊണ്ട് പാടുന്ന ഒരു വേദഭാഗമാണ്, വാക്യമാണ് നമ്മൾ വായിച്ചത്. നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ എന്ത് ചെയ്യും? ഞാൻ മതിൽ ചാടിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനേകമായ മതിൽക്കെട്ടുകൾ കാണുവാൻ കഴിയും. നമ്മള് എവിടെ ചെന്നാലും ഏത് ബിൽഡിങ്ങിന്റെ അടുത്ത് നോക്കിയാലും പണ്ടില്ലെങ്കിൽ ഇന്നത്തെ കാലങ്ങളിൽ ചുറ്റും മതിൽക്കെട്ടുകളുണ്ട്. മതിൽക്കെട്ടുകൾ അനേകമുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഈ ചുറ്റുപാട് മതിൽക്കെട്ടുകൾ ഉണ്ടെങ്കിലും ആ മതിൽക്കെട്ടുകളെ ഭേദിക്കുവാൻ അഥവാ അതിനെ മറികടക്കുന്നതായ പ്രവൃത്തികൾ കാണുവാൻ കഴിയും. എന്നാൽ ലോകത്തിൻ്റെതായ ശക്തികൾ കെട്ടുന്ന മതിൽക്കെട്ടുകളെ ജയം പ്രാപിക്കണമെങ്കിൽ, അഥവാ സാധാരണ വ്യക്തികൾ, ലോകത്തിലുള്ള വ്യക്തികൾ, മനുഷ്യന്മാർ കെട്ടുന്ന മതിലുകളെ നമുക്ക് വേണമെങ്കിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ചാടിക്കടക്കാം. എന്നാൽ ലോകപരമായ ദൈവികമായി നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കെട്ടപ്പെടുന്ന മതിലുകളെ ചാടിക്കടക്കണമെങ്കിൽ അത് ദൈവത്താൽ മാത്രമേ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. കാരണം അദൃശ്യമായ അനേകം മതിൽക്കെട്ടുകളുണ്ട്. ദൈവം നമുക്ക് വേണ്ടി കെട്ടിവെച്ച മതിലുകളുണ്ട്, പിശാച് കെട്ടിവെച്ച മതിലുകളുണ്ട്, നമ്മൾ സ്വന്തമായി കെട്ടിവെച്ച മതിലുകൾ, അങ്ങനെ അനേകമായ മതിൽക്കെട്ടുകൾ പലതും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ കണ്ടതും കാണാതുമായി നിൽക്കുന്ന മതിൽക്കെട്ടുകളെ ചാടിക്കടക്കണമെങ്കിൽ അത് ദൈവത്താൽ മാത്രമേ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
ദാവീദ് തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, തന്റെ ജീവിതത്തിൽ തൻ്റെതായ ശൗലിൻ്റെതായ പലവിധമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ എന്ത് ചെയ്യും, ശൗലിന്റെ കൈയാൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, വധിക്കപ്പെടുമെന്ന് തന്റെ മരണം എന്ന് പറഞ്ഞ തന്റെ നാവ് കൊണ്ട് പറയുന്നതായ വാക്കുകളുണ്ട്. ദാവീദ് എന്ത് ചെയ്യാം, സ്വന്തമായി തന്റെ ജീവിതത്തിൽ തൻ്റെതായ ചിന്തകൾ വെച്ച് മതിൽ കെട്ടുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചില സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട്, നമ്മുടെ അവസ്ഥകളെ നോക്കിക്കൊണ്ട്, നമ്മുടെ സ്ഥിതികളെ നോക്കിക്കൊണ്ട്, നമ്മുടെ ഭവനത്തിൻ്റെതായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട്, ജോലിയെ നോക്കിക്കൊണ്ട്, പലവിധമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് നമ്മൾ തന്നെ കെട്ടിവെക്കുന്നതായ മതിൽക്കെട്ടുകളുണ്ട്. നമ്മൾ വെറുതെ സിമ്പിളായിട്ട് നമ്മുടെ നാവ് കൊണ്ട് വേദന വരുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ, പ്രൈസലോ, ഇത് എന്നെ കൊണ്ടേ പോവുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് തന്നെ നമ്മൾ കെട്ടിവെച്ച മതില. എന്നാൽ ഇതെന്തെല്ലാം വന്നാലോ എന്റെ ദൈവത്താൽ ഞാൻ ജയം പ്രാപിക്കുമെന്ന് പറയുമ്പോഴാണ് അവിടെ വിടുതലിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് പകലായിരിക്കുന്ന ദൈവ പൈതലേ, ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ പ്രൈസലോ ഹല്ലേലൂയ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുവല്ലോ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കുമെന്ന് പറഞ്ഞ ദാവീദ് പറഞ്ഞതുപോലെ നമ്മൾ കെട്ടിവെച്ചതോ, ശത്രുക്കൾ കെട്ടിവെച്ചതോ, ചുറ്റുപാടുള്ളവർ കെട്ടിവെച്ചതോ, കെട്ടിവെച്ച സകല മതിലുകളെ ഞാൻ ദൈവത്താൽ മതിൽ ചാടിക്കടന്ന് ജയം പ്രാപിക്കുന്ന ദൈവമക്കളായി തീരുമെന്ന് നമ്മുടെ നാവ് കൊണ്ട് എന്ന് പറയാൻ തുടങ്ങുന്നു, അന്ന് നമ്മുടെ ജീവിതത്തിൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങും. നമ്മളെപ്പോഴും നമുക്ക് കുഴപ്പം എന്നറിയാമോ? നമ്മൾ പലപ്പോഴും വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് പലതും പറയും. ഞാൻ പണ്ട് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറയും, നിന്റെ വായ എപ്പോഴും അടച്ചു വെച്ചോണെന്ന് പറയും. എന്നാന്ന് വെച്ചാൽ അവരെവിടെങ്കിലും പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും അവരോട് പറയാം, അത് അവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ ജോലി ചെയ്ത സമയത്ത്, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ 7 വർഷത്തോളം ജോലി ഉണ്ടായിരുന്ന സമയത്ത്, ജോലി സമയം കഴിഞ്ഞ കൂട്ടുകാരന്മാർ രണ്ടുപേർക്ക് അവർക്ക് സിനിമയ്ക്ക് പോകണം. സിനിമയ്ക്ക് പോകാൻ വേണ്ടി അവർ തിരക്ക് പിടിച്ചിറങ്ങാം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്ര നേരത്തെ ഒന്നും പോകണ്ട, പതുക്കെ പോയാൽ മതി, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നീ മിണ്ടി പോരുന്നു പറഞ്ഞു. അവര് പോയി ഒരു 1/2 കിലോമീറ്റർ പോയ സമയത്ത് ടയറ് പഞ്ചറായിപ്പോയി. ആ പഞ്ചറായ ടയറ് 1/2 കിലോമീറ്റർ തള്ളി ജോലി സ്ഥലത്ത് വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് അവന്മാർ ടയർ നന്നാക്കാൻ പോയി. അന്നേരം ഞാൻ നോക്കിയ ചുമ്മാ തമാശ രീതിയിൽ ഞാൻ പറഞ്ഞ, ചേട്ടാ ഇപ്പോഴും ഒന്നും തിരക്ക് പിടിച്ച് പോണ്ട, സമയമുണ്ട്, പതുക്കെ പോയാമെന്ന്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യം 1/2 കിലോമീറ്റർ കടന്നു പോയപ്പോൾ എന്ത് ചെയ്തു, ടയറ് പഞ്ചറായി, ടയർ ഒട്ടിച്ച്, പിന്നെ എല്ലാം കഴിഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞ് വണ്ടിക്ക് വേറെ തന്നെ പ്രശ്നം വന്ന് അവർ അന്നത്തെ സിനിമാ പോക്ക് ക്യാൻസലായി. ഞാനൊരു ജോലി സ്ഥലത്ത് ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ തന്നെ പറയുന്ന ചില വാക്കുകൾ നമുക്ക് തന്നെ അതൊരു മതിൽക്കെട്ടായിട്ട് നിൽക്കുകയാണ്. നമ്മൾ വിചാരിക്കും, ഓ നിസ്സാര വാക്കല്ലേ. ചിലര് ഈ പറയുന്ന ഒരു വാക്ക, ഓ ഈ രോഗം ഇത് എന്നെ കൊണ്ടേ പോവും, അത് ഉറപ്പാ നിന്നെ കൊണ്ടേ പോവും. കാരണം നമ്മൾ തന്നെ പറയുക. പിന്നെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ കടഭാരം എന്നും ഞാൻ കടത്തിൽ തന്നെ കടക്കാൻ എന്നെ വിളിച്ചത്, എന്നും അങ്ങനെ തന്നെ കിടക്കൂ, അവിടുന്ന് രക്ഷപ്പെടില്ല. എന്റെ അപ്പുറത്തെ വീട്ടുകാർക്ക് നല്ല വീടുണ്ട്, എനിക്ക് ഒരിക്കലും വീടിട്ടില്ല. ഈ കുടിലിൽ കിടക്കാൻ എന്റെ അവസ്ഥ, എന്നും കുടിലിൽ തന്നെ കിടക്കൂ, ഒരിക്കലും ഉയരില്ല. കാരണം നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടുക. നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഉയർച്ചയില്ല എന്ന് പറയുന്ന, നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ചില മതിൽക്കെട്ടുകളുണ്ട്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവവൈദ്യനാണെങ്കിൽ നീ കുടിലിക്കടലോട്ട്, രോഗിയായിക്കോട്ടെ, ശത്രു അടച്ചോട്ടെ, എന്തെല്ലാം വിഷയം വന്നോട്ടെ, എന്റെ ദൈവത്താൽ ഞാൻ ഇതിനെ മതിൽ ചാടിക്കടന്ന് ജയം പ്രാപിക്കുമെന്ന് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്ന് പറയാൻ തുടങ്ങുന്നു, അന്നേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങുള്ളൂ. ദൈവദാസൻ തുടക്കം പറഞ്ഞതുപോലെ, ആരറിയിക്കാതെ എത്ര വലിയ പ്രവാചകനെ കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാതെ നമ്മൾ എന്നും ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ നാക്ക് തന്നെ. ദൈവവചനത്തിലുണ്ട്, തിന്നുന്നതൊന്നും കഴിക്കുന്നതൊന്നുമല്ല, പ്രൈസലോ, നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാ പാപത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ നാവ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നെ കെണിയായിത്തീരും.
ദൈവവചനം പഠിച്ചു വരുമ്പോൾ 4 വിധമായ മതിൽക്കെട്ടുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. ഒന്നാമത്തത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ കെട്ടുന്നതായ മതിൽക്കെട്ട്. നമ്മൾ ചിന്തിക്കും, ഞാൻ എപ്പോഴെങ്കിലും എന്റെ മതിൽക്കെട്ട് കെട്ടിയിട്ടുണ്ടോ? നമ്മൾ ഒരു വചനം വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസല്ലോ, ഞാൻ എന്തു മാത്രമേ ഉള്ളൂ എന്ന്. പ്രൈസല്ലോ, സ്തെഫാനോസ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് ശുശ്രൂഷിക്കുമ്പോൾ പറയുന്ന ഒരു വേദഭാഗമുണ്ട്. ഞാൻ ആ ഭാഗത്തില് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിലും മിസ്രൈമിലും തമ്മിൽ അടിയുണ്ടാക്കിയപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്ന മോശയെ കുറിച്ച് കാണാൻ. എന്നാൽ അവിടെ സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയാണ്: എന്നിലൂടെയാണ് നിങ്ങൾക്ക് ജീവരക്ഷ അഥവാ രക്ഷ പ്രാപിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി അവിടെ ആ പ്രവൃത്തിയെ വെളിപ്പെട്ടു. അന്നേരം മോശയ്ക്ക് നൈൽ നദിയിൽ തന്നെ വിടുവിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് തന്നെ നിർത്തിയത് ഈ ഇസ്രായേൽ ജനത്തിൽ മിസ്രൈമിൽ നിന്നൊരു വിടുതലിന് വേണ്ടിയാണ് എന്ന് മോശയ്ക്ക് നല്ലവണ്ണം ബോധ്യമുള്ള മോശ തന്റെ ജീവിതത്തിൽ ഫറവോൻ തന്നെ പിടിക്കുവാൻ വരും താൻ ചെയ്ത പ്രവൃത്തി മുഖാന്തരം തന്നെ പിടിക്കും കൊല്ലുമെന്നുള്ള ഭയമുള്ളിൽ കയറിയത് കൊണ്ട് ഇവിടെ മോശ പറയാ, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈം പുറപ്പെടുവിക്കാനും ഞാൻ എന്തു മാത്രമേ ഉള്ളൂ. തന്റെ വാക്കുകൊണ്ട് എന്ത് ചെയ്യാ മറ്റു പറയും. പ്രൈസലോ, ഹല്ലേലൂയ. ആ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിലൂടെ വ്യക്തമായി മനസ്സിലാവുള്ളൂ. പ്രൈസലോ, ഹല്ലേലൂയ. 7-ാം അധ്യായം അത് 24-ാം വാക്യം 24-25 വായിച്ചേ. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു മിസ്രൈമിനെ അടിച്ചു കൊന്ന് പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. ഗ്രഹിക്കാതിരുന്ന ദൈവജനത്തിന്റെ നടുവിലേക്ക് ഗ്രഹിക്കാതിരുന്നതിന് ശേഷം അവർ താൻ വിചാരിച്ച് മോശെ അവിടെ ചെയ്ത പ്രവൃത്തി മുഖാന്തരം എന്നിലൂടെയാണ് നിങ്ങൾക്ക് മിസ്രൈമിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു എന്ന് ജനം മനസ്സിലാകുന്ന പ്രവൃത്തിയെ താൻ അവിടെ വെളിപ്പെടുത്തിയിട്ടും അത് വെളിപ്പെടാത്ത ഇസ്രായേൽ ജനത്തെ, കാരണം പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഇസ്രായേലി യുദ്ധം തമ്മിൽ അടിയുണ്ടാക്കുന്നു. താനവിടെ സംസാരിച്ചപ്പോൾ ഇന്നലെ മിസ്രൈമിനെ കൊന്നപോലെ ഞങ്ങളെ കൊല്ലുവാൻ പോകുന്നു എന്നുള്ള ചോദ്യം എനിക്ക് കേട്ടപ്പോൾ മിസ്രൈം മുഴുവനും താൻ ചെയ്ത പ്രവൃത്തിയെ മൊറ്റം അറിഞ്ഞു കണ്ടപ്പോൾ താൻ ഭയപ്പെട്ട് ഓടി വന്ന പ്രൈസലോ മോശയോട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ മോശ പറയുന്നത്, ഫറവോന്റെ അടുക്കൽ പോവാൻ ഇസ്രായേൽ മക്കളെ മിസ്രൈം പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നീ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. പിന്നെ ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ എന്തോരം ഉണ്ട് എന്ന്, ഞാൻ എപ്രകാരമായിരിക്കുന്നു എന്ന്, എന്റെ ശുശ്രൂഷ എന്താണ് എന്നും എനിക്ക് എത്ര കഴിവുണ്ട് എന്നും ഈ ഇരിക്കുന്ന ഒരു വ്യക്തികൾക്ക് പറഞ്ഞുകൂടാ. എന്നാൽ എന്നെ തെരഞ്ഞെടുത്ത സ്വർഗത്തിലെ ദൈവത്തിന് എന്നെ നല്ലവണ്ണം അറിയാം. എന്നെ വേലയ്ക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എന്റെ കഴിവുകളും കഴിവുകേടുകളും എന്റെ കുറവുകളും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചത്. ആ നൈൽ നദി ഇത് മറ്റാർക്കും കൊടുക്കാത്തൊരു വിടുതല് നിനക്ക് തന്ന നിന്നെ കൊട്ടാരത്തിൽ കൊണ്ട് 40 വർഷം അവിടെ വസിപ്പിച്ച് നിന്നെ സകല അഭ്യാസം കൊണ്ട് നിറച്ചത്, നിന്നെ ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചത് എല്ലാത്തിനും മറ്റൊരു കാര്യത്തിന് വേണ്ടിയല്ല, ഒരു മിസ്രൈമിൽ നിന്ന് ഒരു ഇസ്രായേൽ ജനത്തിന് വിടുതലിന് വേണ്ടിയാ. ഇന്ന് പോലായിരിക്കുന്ന ദൈവവൈതലെ നമുക്ക് ബലവും ആയുസ്സും ആരോഗ്യം തന്നത് നമ്മുടേതായി നന്മ നേടുവാൻ വേണ്ടിയല്ല, അനേകരുടെ വിടുതലിന് വേണ്ടി ദൈവം നമ്മളെ നിർത്തിയിരിക്കുക. എന്നാൽ നമ്മുടെ നാവ് കൊണ്ട് ദൈവം നമ്മളോട് പലപ്പോഴും പറഞ്ഞു, നിന്നിലൂടെ ഇന്ന പ്രവൃത്തി എനിക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാവ് കൊണ്ട് എന്ത് പറയാ? അതിനുള്ള എനിക്ക് വല്ല കഴിവോ പ്രാപ്തിയോ വല്ല യോഗ്യതയോ ഉണ്ടോ? നമ്മൾ തന്നെ എന്ത് ചെയ്യുക? മതിൽ കെട്ടുക. ഒരു മോശയുടെ നാവ് കൊണ്ട്
ഫറവോനോട് സംസാരിക്കേണ്ട സ്ഥാനം മാറി, അത് അഹരോനിലൂടെയായി. കണ്ടോ? മോശ ഡയറക്റ്റ് ആയിട്ട് ഫറവോനോട് സംസാരിക്കേണ്ടതിന് തന്റെ നാവിൽ നിന്ന് പറയുന്നത് അഹരോനോട് പറഞ്ഞ അഹരോൻ തനിക്ക് വേണ്ടി സംസാരിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറി. താൻ തന്നെ കെട്ടിയ മതിൽ കെട്ടുകൊണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യം. പ്രൈസലോ, എസ്തേറിനോട് മൊർദെഖായി പറയുന്ന കാര്യമുണ്ട്, നീ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് വേണ്ടി വേറൊരു വ്യക്തിയിലൂടെ രക്ഷ ഉണ്ടാവും. നമ്മൾക്ക് തന്നെയുള്ള ദൈവം നമ്മളോട് പറയുന്ന വാക്കുകൾക്ക് നമ്മൾ തന്നെ തടങ്കലായിട്ട് നിന്നാൽ, നമ്മുടെ കുടുംബത്തിന് വിടുതലിന് വേണ്ടി നമ്മളോട് ഇടവിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ തന്നെ പറയുക, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാപ്തിയില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയുമ്പോൾ അതിന് പകരം ദൈവം വേറെ വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാൻ ഇടവരുത്തോ. ദൈവം ഒഴിവുകേട് പറയുന്ന വ്യക്തികളെയല്ല ദൈവത്തിന് ആവശ്യം. പറയുമ്പോൾ തന്നെ ഞാൻ ചെയ്യാമെന്ന് പറയുന്ന ദൈവജനത്തെയാണ് ഈ കാലങ്ങളിൽ ആവശ്യം. ഇന്ന് പോലായിരിക്കുന്ന ദൈവവൈതലേ, കഴിഞ്ഞ കാലങ്ങളിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞ പല കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ കെട്ടിവെച്ചതായ അനേകം മതിൽക്കെട്ടുകളുണ്ട്. ഇന്ന് പോലെ ആ മതിൽക്കെട്ടുകളെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കുന്ന ദൈവവൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ചില പ്രാർത്ഥനയുടെ മറുപടികളെ സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് നിന്നോട് പലപ്പോഴും പറഞ്ഞു, ഇന്നത് ചെയ്യ, ഇന്നത് പോലെ പോക, ഇന്നത് പ്രവർത്തിക്ക എന്ന് പറഞ്ഞിട്ടോ അതിന് നടുവിൽ നിന്നുകൊണ്ട് എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല, എനിക്കത് ചെയ്യുവാൻ സമയമില്ല, എനിക്ക് ജോലി തിരക്കുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഒഴിവുകേട് പറയുവാൻ അല്ല ദൈവവൈതലേ ദൈവം നിന്നെ വേർതിരിച്ചെടുത്തത്. മോശയെ, നിന്നെ നൈൽ നദിയിൽ ഞാൻ വലിച്ചെടുത്തത്, കൊട്ടാരത്തെ കൊണ്ട് നിന്നെ വളർത്തിയെടുത്തത്, ഈ ഇത്ര 80-ാം വയസ്സ് വരെ ഞാൻ നിന്നെ സൂക്ഷിച്ചത് ഒരു മിസ്രയീമിന്റെ വിടുതലിന് വേണ്ടിയാ. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയാ. എനിക്ക് ഒരു മോശ വേണമെന്നും നിർബന്ധമില്ല. എനിക്ക് ഏത് വ്യക്തികളിലൂടെ വേണമെങ്കിലോ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കാം. പക്ഷെ ദൈവം മോശയെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം, ആ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ, ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മോശയിലൂടെ സംസാരിക്കേണ്ടത് ഒരു അഹരോനിലേക്ക് കൈമാറി അഹരോൻ വഴി സംസാരിക്കേണ്ട സാഹചര്യം വന്നതിന് കാരണം എന്താ? താൻ തന്നെ തനിക്ക് കെട്ടിയ മതിൽ കെട്ടുകൊണ്ട, ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനാട് തടിച്ച നാവുള്ളവനാണ് എന്ന് പറഞ്ഞ് താൻ തന്നെ കെട്ടിവെച്ച മതിൽക്കെട്ട്. പ്രൈസലോ, എത്രയോ പ്രാവശ്യം നമ്മളിലൂടെ ചില ദൈവപ്രവൃത്തികൾ ഭവനത്തിൽ വെളിപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ പലതും വന്നിട്ട് നമ്മൾ തന്നെ നമ്മുടേതായ പല സാഹചര്യങ്ങൾ പറഞ്ഞ് അടച്ചു പൂട്ടി വെച്ചിരിക്കുന്ന മതിൽക്കെട്ടുകളെ ഇന്ന് പകൽ ചാടിക്കടക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിന്റെ ഭവനത്തിൽ ഇതുവരെ വെളിപ്പെടാത്ത ചില ദൈവപ്രവൃത്തികളെ സ്വർഗം വെളിപ്പെടുത്തുവാനിട വരുത്തും. ദൈവജനമേ, നമ്മുടെ നാവ് പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം. നമ്മുടെ നാവിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധി നിലവിളിക്കുന്ന ദൈവവൈതലേ, നീ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന സമയത്ത് നിന്റെ നാവ് കൊണ്ട് പറയുന്ന ഓരോ വാക്കുകൾക്കും അതിന് വില കൊടുക്കേണ്ട വാക്കുകളാണ്. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ഇതെല്ലാം എൻ്റെ ദൈവം എനിക്ക് നന്മയായി തീർക്കുമെന്ന് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് നന്മ തന്നെയായി തീരും. അതിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ വന്നോട്ടെ, എന്തെല്ലാം രോഗങ്ങൾ വന്നോട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നോട്ടെ, അതിനെല്ലാം മാറ്റി അനുഗ്രഹമായി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ഒരു ഉറപ്പ് വേണം. അന്നേരം ഒന്നാമത് എന്തിനാ യിരെമ്യാവിനോട് പറയുമ്പോൾ, യിരെമ്യാവിനെ ഞാൻ നിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ തിരഞ്ഞെടുത്ത് ജാതികൾക്ക് പ്രവാചകനായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബാലനെന്നാ പറഞ്ഞത്. എന്ത് പറയാ? താൻ തന്നെ അടുത്ത വാക്ക് നമ്മുടെ ചുറ്റും പറയും, ഞാൻ ആരാ? ദൈവജനമൻ. ദൈവത്തിന് അറിഞ്ഞുകൂടെ യിരെമ്യാവ് ബാലനാണ് എന്ന്? ദൈവത്തിന് അറിഞ്ഞുകൂടെ നമ്മുടെ കഴിവ് എന്താണെന്ന്? ദൈവത്തിന് അറിഞ്ഞുകൂടെ നമ്മുടെ ബുദ്ധി എന്താ? എന്റെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക,
ഇന്ന് നിൽക്കുന്ന പൊസിഷനില് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കഴിവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. നമ്മുടെ മിടുക്ക് കൊണ്ടാണോ ഇവിടെ വരെ എത്തിയേ? നമ്മുടെ വിദ്യാഭ്യാസം കഴിവ് കൊണ്ടാണോ? ദൈവജനം, ഞാന് വെറും 6ാം ക്ലാസ് സൺഡേ സ്കൂൾ പഠനം പൂർത്തീകരിച്ച് എനിക്കിനി അത് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയതാ. പഠിത്തം നിർത്തി 8 വർഷം കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. ഇതും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. പലരും പറഞ്ഞു ഇവൻ പോയിട്ട് തിരിച്ചു വരും, ബൈബിൾ കോളേജിൽ പഠിക്കില്ല. അവിടെ എന്നെ പൂർത്തീകരിച്ചു. ഒരു വിഷയം, ഒരു സബ്ജക്ട് പോലും പോകാതെ നല്ല റിസൾട്ട് ലഭിച്ച് അവിടെ ഞാൻ ഒറീസയിൽ പോയി. ഞാൻ ഇതുവരെ ട്രെയിനിൽ ട്രാവൽ ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. അവിടെ ചെന്ന് എനിക്ക് മലയാളം അല്ലാതെ വേറൊരു ലാംഗ്വേജ് അറിയില്ല. അവിടെ ഒറിയ ലാംഗ്വേജാ. അവിടെ പോയി 2 വർഷം നിന്നു. അവിടുന്ന് മുംബൈ വന്നു. എന്റെ കഴിവല്ല, എന്റെ കഴിവുകേടുകളെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം അതത് സമയത്ത് എനിക്ക് വേണ്ട കഴിവുകളെ തന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവം നമ്മളോട് പറയുന്ന ആലോചനയ്ക്ക് മുമ്പിൽ നമ്മുടേതായ ബുദ്ധി കൊണ്ട് നമ്മൾ പറയുന്ന മതിൽക്കെട്ടുകളെ ഇന്ന് പകൽ പൊളിച്ചു കളയുവാൻ, ഹല്ലേലൂയ, അതിന്മേൽ മതിൽ ചാടി കടക്കുവാൻ ഇന്ന് പകൽ നമുക്കൊന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതായ അനേക വാഗ്ദത്ത നിവർത്തീകരണം നമ്മൾ കൺമുൻപിൽ വെളിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുവിക്കുവാൻ ദൈവം അനേക പദ്ധതികൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് നമ്മുടെ നാവ് കൊണ്ട് എനിക്കിതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള കഴിവില്ല, പ്രാപ്തിയില്ല എന്ന് പറയുന്ന ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പറയുന്ന പ്രവൃത്തി. ശൗൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ശൗമേൽ പ്രവാചകൻ ശൗലിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ കുലത്തിൽ ഏറ്റവും ചെറിയ കുലമാണ്, ഈ പദവിയിലേക്ക് വരുവാൻ അതിനുള്ള യോഗ്യതയൊന്നുമില്ല. ശൗലേ, ദൈവത്തിനറിയാം നീ കുലത്തിൽ ഏറ്റവും ചെറുതാണെന്ന്, നീ കുലത്തിൽ ഏറ്റവും താഴ്ന്ന കുലമാണ് എന്ന് ശൗലിനെ കുറിച്ച് ദൈവത്തിനറിയാം. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ യോഗ്യത, നമ്മുടെ പ്രാപ്തി എല്ലാം സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ദൈവത്തിന് അതൊന്നും വേണ്ട. നീ ഒന്ന് പോകാൻ തയ്യാറായ മതി. നിന്റെ നാവ് കൊണ്ട് പറ, ഞാനിതാ എന്ന് പറയുന്ന ഒരു വാക്ക്. ദൈവജനമേ, നമ്മൾ കെട്ടിവച്ച മതിലില് ചാടിക്കടക്കുന്ന പകലായി തീരുവാൻ, പ്രൈസലോ, നമുക്ക് കെട്ടിവെച്ച, നമ്മുടെ നാവ് കൊണ്ട് കെട്ടിവെച്ച ആ മതിൽക്കെട്ടുകളെ ചാടിക്കടക്കുന്ന ദൈവമക്കളായി തീരുവാൻ നമ്മൾക്ക് എന്ന് കഴിയുന്നോ അന്നേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയത്തിന് മറുപടി കിട്ടുള്ളൂ. ഇന്ന് പകൽ ഈ പ്രേയർ കഴിയുമ്പോൾ ജീവിതത്തിൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. ദൈവം എന്നോട് ഇടപെട്ട സമയങ്ങള് എത്രയോ പ്രാവശ്യം ഞാൻ എൻ്റെ നാവ് കൊണ്ട് എന്റെ ബലഹീനതകള്, എന്റെ കുറവുകള്, എന്റെ കഴിവില്ലായ്മ എല്ലാം ഞാൻ പറഞ്ഞ് പലപ്പോഴും ഞാൻ കെട്ടിവെച്ച മതിലുകളെ ഞാൻ ദൈവത്തിലിരുന്ന് അതിന്മേൽ മതിൽ ചാടി കിടക്കുന്ന ദൈവമക്കളായി തീരുമെന്ന് ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്താൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ചില മറുപടികളെ സ്വർഗത്തിലെ ദൈവം തരും. നമുക്ക് എന്നെ കുഴപ്പമെന്നറിയോ? നമ്മൾ ആ മതിൽക്കെട്ടുകളെ ചാടിക്കടക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വേദനയിൽ, കഷ്ടതയിൽ, പ്രയാസത്തിൽ മറ്റുള്ളവരുടെ നിന്ന വാക്കുകൾ മുമ്പിൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞ പല വാക്കുകളുമായി കെട്ടിവെച്ച മതിലുകൾ, ആ മതിൽക്കെട്ടുകളെ നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനെ മനസ്സിലാക്കുമ്പോഴേ നമുക്കത് ചാടിക്കടക്കാൻ കഴിയും. ഇതുപോലായിരിക്കുന്ന ദൈവവൈദ്യല് പുറകോട്ട് തിരിഞ്ഞു നോക്ക്. എത്ര പ്രാവശ്യം പറഞ്ഞു, എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു, എത്ര പ്രാവശ്യം പറഞ്ഞു ദൈവവൈദ്യലെ. നമ്മുടെ നാവ് കൊണ്ട്, ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ പലപ്പോഴും പറഞ്ഞതിന് ദൈവം എന്നെ അതുപോലെ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് അതങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അതേ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞത് അങ്ങനെ തന്നെ എനിക്ക് കിട്ടി. നമ്മുടെ നാവ് നമുക്ക് തന്നെ എന്ത് ചെയ്യുക? വേലി കെട്ടുക. അന്നേരം ഒന്നാമത് കാണുന്നത് നമ്മൾ കെട്ടുന്ന വേലി. രണ്ടാമത്തെ വേലി കെട്ടെന്ന് പറയുന്നത് ചുറ്റുപാടുള്ളവർ നമുക്ക് വേണ്ടി വേലി കെട്ടും. എങ്ങനെ ചുറ്റുപാടുള്ളവർ വേലി കെട്ടുന്നത്? ഹല്ലേലൂയ. 2015 എന്നെ ചുറ്റും, എൻ്റെ വീട്ടിലുള്ളവർ എന്നെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. എന്റെ ജീവിതം
ജയിലിൽ തീരും, എനിക്കൊരു വിവാഹമില്ല, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കില്ല, എന്റെ ഭാവി ജയിലിൽ അവസാനിക്കുമെന്ന് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടോണ്ട്. ചുറ്റുമുള്ളവർ എന്തു പറഞ്ഞതല്ല, എന്നെ വിളിച്ചത് ആരാണെന്ന് എനിക്ക് പ്രാധാന്യം. എനിക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞോട്ടെ, ഇന്ന് പ്രൈസുള്ള ഈ 2025 ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, 10 വർഷം മുമ്പ് എന്നോട് കുറച്ച് വാക്കുകൾ പറഞ്ഞു, എന്റെ ജീവിതം ജയിലിൽ തീരും, എനിക്കൊരു ബൈബിൾ കോളേജ് ആത്മീയമായ ഒരു ഉയർച്ച ശുശ്രൂഷയിലേക്ക് വളരാനുള്ള ഒരു സ്റ്റേജിലേക്ക് കയറില്ല, എനിക്കൊരു വിവാഹമില്ല, എന്നെ ജയിലിൽ ഒതുക്കിയില്ല ദൈവം, ജയിലിലേക്ക് വിടാൻ എന്നെ ദൈവം സമ്മതിച്ചില്ല. അതൊരു കഥയുണ്ട്. ദയവായി ഒന്ന് മുട്ടിയനെ. ദൈവം അതിനനുവദിച്ചില്ല. എന്നെ ബൈബിൾ കോളേജ് വിട്ടു, എനിക്ക് വിവാഹം കഴിച്ചു, ശുശ്രൂഷയിൽ കയറ്റി. ദൈവം അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറയുണ്ട്. ചുറ്റുമുള്ളവർ നമുക്ക് കുറിച്ച് എന്ത് പറയുന്നു എന്ന് കേട്ട് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകാനല്ല ദൈവവൈതലെ നമ്മളെ ദൈവം വിളിച്ചത്. ചുറ്റുപാടുള്ളവർ നമുക്ക് കെട്ടുന്ന മതിൽക്കെട്ടുകളെ കണ്ട് ഭയപ്പെട്ട് ഒതുങ്ങിപ്പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ച. ചുറ്റുമുള്ളവർ നമുക്ക് മുമ്പിൽ പലവിധമായ വാക്കുകൾ പറഞ്ഞിട്ട് നമ്മളെ ആ മതിൽക്കെട്ടിനുള്ളിൽ ഒതുക്കുവാൻ ശത്രു പല പ്ലാനുകൾ ഒരുക്കുമ്പോൾ, ആ മതിൽക്കെട്ടുകളെ കണ്ടുകൊണ്ട്, ചുറ്റുമുള്ളവർ കെട്ടിവച്ച മതിൽക്കെട്ടുകളെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് ഓടിപ്പോകുവാനല്ല ദൈവം ഇതിലെ ജീവനുള്ള ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. അവർ കെട്ടിയ മതിലുകളെ ഞാൻ ദൈവത്താൽ മതിൽ ചാടി കടക്കുമെന്ന് നമ്മുടെ കൊണ്ട് നമ്മൾ എപ്പോൾ പറയുവാൻ തുടങ്ങുന്നോ, അവിടെയാണ് മറുപടി കിട്ടുന്നത്. ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് തെളിയിച്ചു തരാം. 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം അത് 28-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം 28-ാം വാക്യം. എടുത്തില്ലേ? ഞാൻ വായിക്കണോ? അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം, പട കാണുവാനല്ലോ നീ വന്നു. തന്റെ ജ്യേഷ്ഠ സഹോദരൻ ദാവീദിനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, നിന്നെ മരുഭൂമി നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് ആരുടെ പക്കൽ? ദാവീദിനോട് പറയുന്ന നിന്റെ ഈ ജോലി എന്ന് പറയുന്നത് ആടിനെ മേയ്ക്കാന്ന്. നിന്റെ നികളഭാവവും അഹങ്കാരം എനിക്ക്, നീ പട കാണാനല്ലേ വന്നത്. നമുക്കത് ഇച്ചിരൂടെ മനസ്സിലാകണമെങ്കിൽ 22-ാം വാക്യം ഒന്ന് വായിക്കണം. ദാവീദ് തന്റെ സാമാനം പടക്കോപ്പ് സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചു വെച്ച് അണിയിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരുടെ കുശലം ചോദിച്ചു. എന്ത് ചെയ്യുക? 22-ാം വാക്യത്തിൽ സഹോദരന്മാരോട് കുശലം ചോദിക്കുന്ന ഒരു ദാവീദിനെ കാണാൻ കഴിയും. കുശലം ചോദിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാവീദ് അവിടെ വന്നതിന് സഹോദരന്മാർക്ക് പ്രശ്നമില്ല. പ്രൈസലോ. എന്നാൽ 23-ാം വാക്യത്തിൽ അവൻ അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഗത്യനായ ഗോലിയാത്ത് എന്ന ഫെലിസ്തീയ മല്ലൻ ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെ ഏറ്റവും ഭയപ്പെട്ട് അവരുടെ മുമ്പിൽ ഓടി. എന്നാൽ ഇസ്രായേലിൽ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുപോ, അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു, അവനെ കൊല്ലുന്ന രാജാവ് മഹാസമ്പന്നാക്കി തന്റെ മക്കളെ അവന് കൊടുക്കുകയും അവൻ പുതുഭവനത്തെ ഇസ്രായേൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവനെ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്നിജർമ്മിയായ ഫെലിസ്ത്യർ എന്ന് പറഞ്ഞു. കുശലം ചോദിക്കുമ്പോൾ സഹോദരന്മാർക്ക് പ്രശ്നമില്ല. എന്നാൽ ദൈവത്തെ നിന്ദിച്ച ഫെലിസ്ത്യനെതിരെ വായ് ഉയർത്തിയപ്പോൾ തന്റെ സഹോദരന് പറയുക, നിന്നെ ഏൽപ്പിച്ച ആടുകാടുകൾ എവിടെ? നിന്റെ അഹങ്കാരവും നികളവും എനിക്കറിയാം.
നീ പ്രൈസലോ നീ പട കാണുവാൻ വേണ്ടി അല്ലേ വന്നത്? സ്നേഹബന്ധത്തിൽ സംസാരിക്കുമ്പോൾ, തമാശ പറയുമ്പോൾ, ഫുഡ് അടിക്കുന്ന സമയത്തൊന്നും നമ്മളെ കുറിച്ച് ചുറ്റുപാടുമുള്ളവർക്ക് ഒരു പ്രശ്നമില്ല. എന്നാൽ ശത്രു ഉയർത്തുന്നതായ തീയമ്പുകൾക്കെതിരെ ദൈവാത്മാവുള്ള ഒരു ദൈവ പൈതൽ അവൻ എപ്പോൾ ചലിക്കുവാൻ, അവന്റെ നാവ് ചലിക്കുവാൻ തുടങ്ങുന്നു, അപ്പോൾ മുതൽ ചുറ്റുമുള്ളവർക്ക് നീ ഒരു ശത്രുവായി, നിനക്കെതിരെ തല ഉയർത്തുന്ന, നിനക്കെതിരെ സംസാരിക്കുന്ന വ്യക്തികളായി മാറുവാൻ ഇടവരുത്തോ. ഹല്ലേലൂയ. കുശലം ചോദിച്ച സമയത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ദാവീദിന്റെ സഹോദരന്മാർക്ക് ഒരു കുഴപ്പമില്ല, സ്നേഹമാണ്, സന്തോഷമാണ്, സംതൃപ്തിയാണ്. എന്നാൽ ദൈവത്തിനെതിരെ ഉയരുന്ന ഫെലിസ്ത്യനെതിരെ അവന്റെ വാക്ക്, അവനിൽ വ്യാപരിച്ച ദൈവാത്മാവിന്റെ ശക്തി അവനത് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ തന്റെ സഹോദരന്മാരുടെ വാക്കുകൾ മാറാൻ തുടങ്ങി. ചുറ്റുപാടുമുള്ളവർ പറയാൻ തുടങ്ങി, നിന്റെ ജോലി എന്ന് പറയുന്നത് ആടുകളെ മേയ്ക്കുക, പട കാണാനോ ഇവിടെ വന്ന് നിൽക്കാനോ നിനക്കതിനുള്ള യോഗ്യതയില്ല, അതിനുള്ളവൻ ഞങ്ങളാണ് എന്ന് പറയുന്ന, താഴ്ത്തിക്കെട്ടുന്ന, ചുറ്റുമുള്ളവരുടെ മുമ്പിൽ, സകല ജനത്തിന്റെ മുമ്പിൽ തന്നെ നിന്ദിച്ച് താഴ്ത്തിക്കെട്ടി തനിക്ക് ചുറ്റും ഒരു മതിൽക്കെട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെ കാണുവാൻ കഴിയോ? എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഭവനത്തിൽ, നിന്റെ സന്തോഷത്തിൽ, ആനന്ദത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവരെല്ലാം നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ ചാച്ചക്കാരുണ്ടാവും, ജോലിക്കാരുണ്ടാവോ, നിന്റെ സഹോദരങ്ങളുണ്ടാവോ. എന്നാൽ ശത്രു ഒരുക്കുന്ന തീയമ്പുകളെ നിന്റെ ആത്മാവിൽ നിനക്ക് വെളിപ്പെട്ട് വരുമ്പോൾ, നീ അതിനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ഈ ചുറ്റുപാടുമുള്ളവർ നിനക്കെതിരെ എതിരായി നിൽക്കുമ്പോൾ അതിനെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് ഒതുങ്ങിപ്പോകുവാനല്ല, ആ ദൈവത്താൽ മതിൽ ചാടിക്കടന്ന് ജയം പ്രാപിക്കുന്ന ദൈവമക്കളായി തീരുവാൻ നമുക്ക് കഴിയുവാൻ ഇടവരുത്തലോ. തന്റെ സഹോദരന്മാർ പറഞ്ഞ വാക്കുകൾ മുമ്പിൽ ദാവീദ് ഒതുങ്ങിപ്പോകുവാൻ തയ്യാറായി തീർന്നില്ല. അല്ലെങ്കിൽ താൻ മിനുസമുള്ള 5 കല്ലുമായി കവണയുമായി ഫെലിസ്ത്യന്റെ നേരെ ചെന്ന് അവന്റെ തലയറുത്തെടുത്ത് ജനം മുഴുവൻ ആർത്തു വിളിക്കുന്ന പോലെ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറയുന്ന ആർത്തുവിളിയുടെ ശബ്ദമുയർത്തുവാൻ ഒരു ദാവീദിന് കഴിഞ്ഞുവെങ്കിൽ, ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ ചുറ്റുമുള്ളവർ എന്തെല്ലാം പറഞ്ഞാലും നിന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവ് അതിന് നേരെ നീ യുദ്ധത്തിന് പുറപ്പെടുവാൻ, യുദ്ധം ചെയ്യുവാൻ നീ തയ്യാറാണെങ്കിൽ മറ്റുള്ളവർ നിന്നെ കുറിച്ച് കേൾപ്പിക്കുന്ന സന്തോഷത്തിന്റെ വാക്കുകൾ നിന്റെ ചെവിയിൽ കേൾക്കുവാൻ തുടങ്ങും. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകലായിരിക്കുമ്പോൾ നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവാത്മാവിൽ ശത്രുവിന്റെ തീയമ്പുകൾ പൊങ്ങി വന്നപ്പോൾ അതിനെതിരെ ചലിച്ചിട്ട് മിണ്ടാതിരിക്കുവാൻ ശാസിക്കുന്ന, നിന്നെ ഒതുക്കി കെട്ടുവാൻ നോക്കുന്ന ശത്രുവിന്റെ തീയമ്പുകളുടെ മുമ്പിൽ ഒതുങ്ങിപ്പോകാതെ ദൈവത്താൽ മതിൽ ചാടി കടക്കുന്ന ദൈവമക്കളായി തീരുവാൻ നമുക്ക് കഴിയുവാൻ ഇടവരുത്തണം. തന്റെ സഹോദരൻ പറഞ്ഞ വാക്കുകൾക്ക് മുമ്പിൽ ദാവീദ് അവിടെ ഒതുങ്ങിപ്പോയായിരുന്നെങ്കിൽ, പ്രൈസലോ ഹല്ലേലൂയ, പ്രൈസലോ, അവിടെ ഒരു ഭയത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. ദാവീദ് അവിടെ ഒതുങ്ങിപ്പോകാനല്ല തയ്യാറായി തീർന്നത്. പ്രൈസലോ ഹല്ലേലൂയ, പ്രൈസലോ ഹല്ലേലൂയ. ദാവീദ് അവിടെ മൗനം പാലിക്കാൻ തയ്യാറായി തീർന്നു. അവിടെ ഇപ്പോൾ എന്ത് ചെയ്തു? അവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഒരു വാക്കല്ലേ പറഞ്ഞോളൂ. അവൻ അവിടെ വിട്ടുമാറി മറ്റൊരുത്തരോട് അങ്ങനെ തന്നെ ചോദിച്ചു. അവനോട് പ്രതികരിച്ച് വഴക്കുണ്ടാക്കാനല്ല പോയത്, അവൻ അവിടുന്ന് മാറാൻ തുടങ്ങി. കാരണം തന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവ് ഏതാണ് എന്ന് ദാവീദിന് നല്ല ബോധ്യമാണ്. ദൈവജനമേ, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഏതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, ചുറ്റുമുള്ളവർ നമ്മളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകാതെ ആ ദൈവത്തിൽ യഥാർത്ഥമായി അഭയം പ്രാപിച്ച് ആ ചുറ്റുമുള്ള പറഞ്ഞ മതിൽക്കെട്ടുകളിൽ ചാടിക്കടക്കുന്ന ദൈവമക്കളായി തീരുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല മറുപടി കിട്ടും. ഇന്ന് പകലായിരിക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ച വിഷയം
നമ്മുടെ കുടുംബത്തിൽ അത് വെളിപ്പെടുമ്പോൾ യോസെഫിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തെ തന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടുത്തിയപ്പോൾ തന്റെ സഹോദരങ്ങളും അപ്പനും അമ്മയും തനിക്കെതിരായി. എന്നാൽ യോസെഫ് അവിടെ കൊണ്ട് നിൽക്കാൻ തയ്യാറായിട്ടൊന്നുമില്ല. ആദ്യം വെളിപ്പെടുത്തി സഹോദരന്മാർക്ക് വെളിപ്പെടുത്തിയപ്പോൾ സഹോദരന്മാരെതിരായി. രണ്ടാമത്തെ ദർശനം അപ്പനും അമ്മയുടെ മുമ്പിൽ വെളിപ്പെടുത്തി, അവരും തനിക്കെതിരായി. നമുക്ക് ദൈവം തരുന്ന ആത്മാവ്, ദൈവാത്മാവിൽ കേൾക്കുന്ന ദൈവ ശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ, കിട്ടുമ്പോൾ, അത് ജനത്തിലേക്ക്, കുടുംബത്തിലേക്ക് കൈമാറാൻ തുടങ്ങുമ്പോൾ പലരും നമുക്കെതിരാവും. എന്തിനു വേണ്ടി അറിയാമോ? നമ്മളെ അവിടെ ഒതുക്കിക്കെട്ടാൻ. ചുറ്റുപാടുള്ളവർ നമ്മൾക്കൊരു മതിൽ കെട്ടി എതിരായി നിന്ന് നമ്മളെ അവിടെ ഒതുക്കിക്കെട്ടുക. കാരണം ഈ കൊടുത്തിരിക്കുന്ന ദർശനം ഇത് പൂർത്തീകരണം വരുത്താതിരിക്കുവാൻ വേണ്ടി ചുറ്റുമുള്ളവർ നമുക്ക് ചുറ്റും മതിൽക്കെട്ടുകളെ കെട്ടുന്നത് കണ്ട് ഭയപ്പെട്ട് ഒതുങ്ങിപ്പോകുവാനല്ല ദൈവ പൈതലേ നമ്മളെ വിളിച്ചത്. അതിന്മേൽ ജയം പ്രാപിക്കണമെങ്കിൽ അത് ദൈവത്താൽ മാത്രമേ കഴിയൂ. ദൈവത്താൽ മാത്രമേ കഴിയൂ. യോസേപ്പ് താൻ കാത്തിരുന്നു. അവിടുന്ന് മരുഭൂമി, പ്രൈസലോ, പൊട്ടക്കിണറിന് അനുഭവം വന്നു. മിദ്യാന്യർക്ക് വിൽക്കുവാനിട അടിമയായി പോയി. പൊത്തിഫറിന്റെ ഭവനത്തിൽ പോയി. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് താൻ കാരാഗ്രഹത്തിൽ പോയി. ഏതാണ്ട് 13 വർഷം താൻ കാത്തിരുന്നു. 13 വർഷം കഴിഞ്ഞ ശേഷമാണ് ആ ദർശനത്തിന്റെ സ്റ്റാർട്ടിങ് തന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. എന്നാൽ യോസെഫിനെ കുറിച്ച് അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും. യോസെഫ് പോയിടത്തെല്ലാം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെ കൂടെ ഉണ്ടായി? തന്റെ സഹോദരന്മാർ എതിരായപ്പോഴും, തന്റെ അപ്പനും അമ്മയും പറഞ്ഞപ്പോഴും, തന്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞപ്പോഴും മൗനമായിരുന്നു. തനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന പ്രവൃത്തിക്ക് വേണ്ടി യോസെഫ് കാത്തിരിക്കുവാൻ തയ്യാറായി തീർന്നു. അവിടെ ഒതുങ്ങിപ്പോകാനല്ല, അവിടെ ഒതുങ്ങിക്കൂടുവാൻ വേണ്ടിയല്ല യോസെഫ് തയ്യാറായി. ഇന്ന് പകലായിരിക്കുന്ന ദൈവ പൈതലേ, ദൈവം നമ്മൾക്ക് തന്ന ദർശനങ്ങളെ വെളിപ്പെടുത്തിയിട്ട് അവരുടെ വാക്കുകൾ കേട്ട് ആ വാക്കിന് മുമ്പിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രൈസലോ ആ ദൈവത്താൽ മതിൽ ചാടിക്കടക്കുന്ന ദൈവമക്കളായി തീരുവാൻ നമുക്ക് ഇടവരും. ദൈവം നമ്മളോട് പറഞ്ഞ നമുക്ക് വേണ്ടി തുറക്കുന്ന വഴിയെക്കുറിച്ച് ചിലരോട് വെളിപ്പെടുത്തി കഴിയുമ്പോൾ അവരോ നിനക്ക് കഴിവൊന്നുമില്ലടാ, നീ പോകണ്ട, നിനക്കതൊന്നും ജയിക്കാൻ കഴിയില്ല എന്ന് മതിയും നമ്മളോട് പറയും. അവിടെ തീരും നമ്മള്. ആ വാക്കിന് മുമ്പിൽ എന്ത് ചെയ്യും? നമ്മൾ മനസ്സിലാവേണ്ട കാര്യം എന്തയോ? ആ പറഞ്ഞത് നമുക്കൊരു വേലിക്കെട്ട, നമുക്ക് ചുറ്റും ഒരു വേലിക്കെട്ട. ആ വേലിക്കെട്ട് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്തില്ല, മനസ്സിലാക്കുന്നില്ല. അത് വേലിക്കെട്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കണം. ആ വ്യാപരിക്കുന്ന ആത്മാവുള്ളവൻ ആ വേലികെട്ടിന് മുമ്പിൽ നിൽക്കല്ല, അതിനു മുമ്പിൽ മതിൽ ചാടിക്കടന്ന് ജയം പ്രാപിക്കുന്ന ദൈവമക്കളായി തീരും. ദാവീദ് ആ വേലികെട്ടിനുള്ളിൽ ഒതുങ്ങുവാനല്ല, തന്റെ ദൈവത്തെ നിന്ദിക്കുന്ന, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന ഫെലിസ്ത്യരെ വിടുവാൻ ദാവീദ് തയ്യാറായില്ല. അവനെതിരെ യുദ്ധത്തിനായി പുറപ്പെട്ടു. പ്രൈസലോ, ഹല്ലേലൂയ. പ്രൈസലോ, നമുക്ക് ചുറ്റും കെട്ടുന്ന, ചുറ്റുപാടുമുള്ളവർ കെട്ടുന്ന മതിൽക്കെട്ട്. മൂന്നാമത്തെ വേലികെട്ട് എന്ന് പറയുന്നത് പിശാച് കെട്ടുന്ന വേലികെട്ടുണ്ട്. പ്രൈസലോ, സമയം തീരാറായില്ല. പിശാച് എന്ത് ചെയ്യും? നമുക്ക് ചുറ്റും എന്ത് ചെയ്യും? വേലി കെട്ടും. 3 രീതിയിൽ നമുക്ക് വേലി കെട്ടും പിശാച്. പല വേലികെട്ടുണ്ടെങ്കിലും മിനിമമായി 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഒന്ന്, രോഗത്താൽ കെട്ടുന്ന വേലികെട്ട്. പ്രൈസലോ, യേശു 18 വർഷമായ കൂനിയായ ഒരു സ്ത്രീയെ വിടുവിക്കുന്ന ഒരു വേദഭാഗം ലൂക്കോസ് 13-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. പിശാച് എന്ത് ചെയ്യാ? തന്നെ 18 വർഷമായി ഒതുക്കി കെട്ടിക്ക. ഇവളും അബ്രഹാമിന്റെ മകളല്ലേ എന്ന് പറഞ്ഞ് യേശു അവളെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. എല്ലാ രോഗങ്ങളും എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും സൗഖ്യം പ്രാപിക്കാതെ, ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നിട്ടും സൗഖ്യം പ്രാപിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ
പിശാച് നമുക്ക് ചുറ്റും കെട്ടിവെച്ച രോഗങ്ങളാ, വേലികെട്ട. അതിനെ നമ്മൾ ദൈവത്താൽ മതിൽ ചാടി കടക്കും. രോഗം മാറാതെ, രോഗത്തിൻ്റെതായ വൈഷമ്യമായ സാഹചര്യത്തിലൂടെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആത്മീയമായി വീഴാൻ കഴിയാതെ നമ്മളെ പിടിച്ചു കെട്ടി വച്ചിരുന്ന രോഗബന്ധനങ്ങളെ ദൈവത്താൽ മതിൽ ചാടി കടക്കുവാൻ കഴിയും. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്ന പിശാച് കിട്ടുന്ന ചിന്തകളെ ഇട്ട്, കർത്താവായ യേശു ക്രിസ്തു യേശുവിനെ കുറിച്ച് യേശു ആര് ആണ് എന്ന് ചോദിക്കുമ്പോൾ, പ്രൈസലോ ഹല്ലേലൂയ, മത്തായി സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ യേശുവിനെ കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനെ എന്ന് അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുന്നത്, അതിനെ പറയുന്നത്, പ്രൈസലോ, യേശു ഇവിടെ പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ഞാൻ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു പറയാനായി, ശീമോനെ, ദൈവം നിനക്കത് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ്, പിതാവ് നിനക്ക് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ യേശു പത്രോസിനെ ആശീർവദിക്കുമ്പോൾ 21-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ മരിച്ച് അടക്കപ്പെട്ട്, കഷ്ടം അനുഭവിച്ച് മരിച്ച്, മഹാപുരം മറ്റുള്ളവർ കയ്യിൽ പിടിക്കപ്പെട്ട്, ഞാൻ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യം പറയുമ്പോൾ പത്രോസ് യേശുവിനെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ട് അവൾ പറയുന്നു, കർത്താവേ, അതരുത്, നിനക്കങ്ങനെ ഭവിക്കരുത്. ശ്രദ്ധിക്കണം. മത്തായി 16-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളിൽ യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പറയുന്ന, നീ ദൈവത്തിന്റെ പുത്രനായ, പ്രൈസലോ ഹല്ലേലൂയ, യേശു എന്ന പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയ പത്രോസ് താൻ മഹാപുരം മൂപ്പന്മാരുടെ മുമ്പിൽ പിടിക്കപ്പെട്ട് പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയാ, ഇതൊരിക്കലും സംഭവിക്കരുത്, അരുത്. ചിന്തകൾ മാറിപ്പോയി. ചിന്തകളെ ഇട്ട് എന്ത് ചെയ്യുന്നു? മാറ്റിക്കളയുന്ന പ്രവൃത്തി. പ്രൈസലോ ഹല്ലേലൂയ. ചിന്തകളെ ഇട്ട് നയമാൻ, പ്രൈസലോ, എലീശ പ്രവാചകൻ എടുത്ത് കടന്നു വന്നു. കുഷ്ഠത്തെ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി സൗഖ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞ് യോർദാനിൽ പോയി മുങ്ങിയ നയമാൻ സൗഖ്യം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ ചില ദാനങ്ങളെ നൽകുവാൻ വേണ്ടി എലീശ പ്രവാചകന്റെ അടുത്ത് എലീശ അതൊന്നും വാങ്ങാൻ തയ്യാറായിട്ട്, എന്താ എന്റെ ഗുരു ഒന്നും വാങ്ങിയില്ലോ എന്ന് പറഞ്ഞ് ഗേഹസി നയമാന്റെ പുറകിൽ ഓടിപ്പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. തന്റെ ചിന്ത മാറിപ്പോയി. മനസ്സിലായോ ദൈവം? ഇതിലെ ചിന്തകളെ ഇട്ട് വേലി കെട്ടുന്ന ശത്രുവിന്. മൂന്നാമത് കാണുവാൻ കഴിയും, യൂസിബോസ് എന്ന് പറയുന്ന വ്യക്തിയെ ആരാധനയിടയ്ക്ക് ഉറങ്ങി താഴെ പോകുന്നതാണ്. ഉറക്കിക്കളയുന്നതായ പിശാചിന്റെ വേലികെട്ട്. ആലയങ്ങളിലിരുന്ന്, ആത്മീയ ഗോളത്തിലിരുന്ന് മുരടിപ്പിച്ച് കളയുവാൻ, ആത്മീയമായി വളർത്തിക്കൊണ്ടുവരാതിരിക്കാൻ, പ്രാർത്ഥനയിടയ്ക്ക്, ഭവന പ്രാർത്ഥനയിടയ്ക്ക്, ആരാധനയിടയ്ക്ക് ഉറക്കിക്കളയുന്നതായ പിശാചിന്റെ മതിൽക്കെട്ടുകളെ, ഈ വകമായ മതിൽക്കെട്ടുകളെ മതിൽ ചാടിക്കടക്കുന്ന ദൈവമക്കളായി തീരുവാനിടവരും. പിശാച് എന്ത് ചെയ്യും? ഒന്ന്, രോഗത്താൽ നമ്മൾ മതിൽക്കെട്ടും, ചിന്തകളെ ഇട്ട് മതിൽക്കെട്ടും, ഉറക്കമുള്ള ക്ഷീണങ്ങളെ ഇട്ട് മതിൽക്കെട്ടുന്നതായി ശത്രുവിന്റെ പാട്. ഇതെല്ലാം നമ്മൾ എന്തിനാ? ആത്മീയമായി വളർന്നു വരാതിരിക്കും. ഉറക്കം വന്നു കഴിഞ്ഞാൽ ആത്മീയമായി വളരില്ല, ചിന്തകൾ വന്ന് ആത്മീയമായി വളരില്ല. പ്രൈസലോ. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ ചിരിക്കുമായിരിക്കും. 2013 ഞാന് ജോലി ചെയ്യുന്ന സമയത്ത് കോട്ടയത്ത് നിന്ന് ഒരു പാസ്റ്റർ വന്നു. അത് ഞങ്ങളവിടെ ചെറുപ്പക്കാർക്ക് മുഴുവനും അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ആ പാസ്റ്റർ വന്ന് വാസപ്രാർത്ഥനയ്ക്ക് വന്ന് പിള്ളേർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ടൈം എടുത്തേക്കാം. ആത്മാവ് നിറയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് വന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ച്, എൻ്റെ പ്രായമുള്ള ഒരു കൊച്ച്, നീ ഇന്ന് ലീവ് എടുത്തോണ്ട്, ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തോണ്ട് ഞാൻ വീട്ടിൽ പോവാം. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എനിക്ക് അയച്ച മെസ്സേജ് ഇത്രേ ഉള്ളൂ, നീ ലീവ് എടുത്തതുകൊണ്ട് ഞാൻ ഹാഫ് ഡേ, നീ ഇവിടെ വന്നപ്പോഴും നീ ലീവാന്നുള്ള കാര്യം അറിഞ്ഞ് ഞാൻ അത് കണ്ടുകൊണ്ട് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട്, അവൾക്കൊരു കുഴപ്പമില്ല, ഞാൻ ലീവ് എടുത്തതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഹാഫ് ഡേ ലീവ് എടുത്ത് പോവാന്ന് പറഞ്ഞു.
പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി, അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഞാന് എന്റെ ചിന്ത മുഴുവൻ എന്തായി? ആ കൊച്ചു എന്തിനാ ലീവ് എടുത്ത്? പിന്നെ എനിക്ക് അഭിഷേകം പ്രാപിക്കാൻ പറ്റുമോ? ഞാൻ പ്രാപിച്ചില്ല. കണ്ടോ? പിശാച് ഞാൻ ആത്മാവിൽ നിറയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി പാസ്റ്റർ വന്ന് പ്രത്യേകം ഇരിക്കുക. അന്നേരം ആ ഒരൊറ്റ മെസ്സേജ് 2 മണിക്കൂർ ഇരുന്ന് ആ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെല്ലാം ചെയ്തിട്ട് എനിക്ക് നിറയാൻ പറ്റിയില്ല. കാരണം എന്റെ ചിന്ത മുഴുവൻ എന്താ? ആ കൊച്ചു എന്തിനാ ലീവ് എടുത്തു പോയെ? ഞാൻ ചെറുപ്പക്കാരനാണ്, 22-23 വയസ്സുള്ളൂ. പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലാകുന്ന ദൈവവൈതലേ, ദൈവവുമായി അടുപ്പിക്കുന്ന കാര്യങ്ങൾ, ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ശത്രു ചില ചിന്തകളെ, ചില വിഷയങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരും. അത് ഇട്ട് കഴിയുമ്പോൾ ആ ചിന്തയിൽ നമ്മൾ മുഴങ്ങിപ്പോയി ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ. ഒരൊറ്റ വിഷയം കൊണ്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അഭിഷേകം പ്രാപിച്ചു. അന്ന് പ്രാപിക്കേണ്ട അഭിഷേകം 2 മണിക്കൂർ ഇരുന്ന് പാസ്റ്റർ ഇരുന്നിട്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിയാത്ത അഭിഷേകം 2 വർഷം ഞാൻ കാത്തിരിക്കേണ്ട വന്നു. ഒരൊറ്റ ചിന്ത എന്റെ 2 വർഷം നീണ്ടു പോകേണ്ട വന്നു. പറയുന്നതിന്റെ പൊരുള് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ദൈവത്തിൽ ചിലത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടി ആകാംക്ഷയോടെ, ആഗ്രഹത്തോടെ, വാഞ്ചയോടെ, എരിവോടുകൂടെ ഇരിക്കുന്ന സമയത്ത് പിശാച് നമ്മുടെ ഉള്ളിൽ ചില ചിന്തകളെ ഇട്ട് ദൈവവുമായി അകറ്റിക്കളയുന്ന മതിൽക്കെട്ടുകളെ, ദൈവത്താൽ മതിൽ ചാടിക്കടക്കുന്ന ദൈവമക്കളായി തീരുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വിജയം. 4-മത്തെ കാര്യം, വാഗ്ദത്തങ്ങളുടെ മേൽ എന്ത് ചെയ്യും? മതിൽക്കെട്ടുണ്ടാവും. ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വാഗ്ദത്തങ്ങൾ കേട്ട്, ദൈവദാസൻ തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞു, വാഗ്ദത്തങ്ങളെ കേട്ടാൽ മാത്രം പോരാ, അതിനുവേണ്ടി കാത്തിരിക്കണം, ഇടിവിലിരിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ വാഗ്ദത്തങ്ങളെ കേട്ട 1 സെക്കൻഡിനുള്ളിൽ നമുക്ക് ചുറ്റും മതിൽക്കെട്ട് വരും. ഞാൻ ഒന്നിനോട് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ അവിടെ ഒരു വേദഭാഗം കാണുവാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്ന്, ധൈര്യമായിരിക്കാം, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകൂ നീ എന്ന് അരുളിച്ച്. ന്യായാധിപന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന പൗലോസിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുക. നീ എന്നെ യെരൂശലേമിൽ എങ്ങനെ സാക്ഷീകരിച്ചോ അതുപോലെ നീയും റോമിലും എന്നെ സാക്ഷീകരിക്കും. എന്നാൽ അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിന് കൊന്നുകളയുമ്പോഴും ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്ന് ശപഥം ചെയ്തു. രാത്രിയിൽ ഒരു ദർശനം, ഒരു വാഗ്ദത്തം ലഭിച്ചു. നീ എന്നെ യെരൂശലേമിൽ എങ്ങനെ സാക്ഷീകരിച്ചോ അതുപോലെ തന്നെ റോമിലും നീ എന്നെ സാക്ഷീകരിക്കും. ദൈവം കൊടുത്ത വാഗ്ദത്തത്തിന്റെ ആലോചന കേട്ട് നേരം വെളുത്തപ്പോൾ പൗലോസ് കേട്ട വാക്ക്, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ആ പൗലോസിനെ കൊന്നുകളയുന്നവരെ ഞങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല. അവിടെ കൊണ്ട് ഒതുങ്ങിയില്ല. പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ പ്രതികൂലത്തിന്റെ കാറ്റുകൾ 14 പകലും രാത്രിയിൽ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അല്ലെങ്കിൽ അവിടെ കൊണ്ട് തീർന്നില്ല. മെലിത്ത ദ്വീപിൽ ചെന്നപ്പോൾ തന്നെ പാമ്പിനെ ചുറ്റുന്ന അനുഭവം, തന്റെ ജീവിതത്തെ ജീവനെടുക്കുന്ന അനുഭവം പലതും കടന്നു വന്നു. എന്നാൽ അവിടെ കൊണ്ടൊന്നും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചു നിന്ന പ്രൈസ് ദി ലോർഡ് പൗലോസ് റോമയിലെത്തി ദൈവത്തെ സാക്ഷീകരിക്കുവാനിട വന്നു. ഇന്നുപോലെ ഇരിക്കുന്ന ദൈവവൈതലേ, നിനക്ക് ദൈവം തരുന്ന വാഗ്ദത്ത ആലോചനകളെ കേൾക്കുന്നതിന്റെ 1-ാം ദിവസം, ആ സെക്കൻഡുക്കുള്ളിൽ പിശാച് നിനക്ക് മതിൽക്കെട്ട് കെട്ടുവാൻ ഇടവരുത്തും. ദാനിയേൽ 9-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് 9-10 അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ, ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, യിരെമ്യാവിലൂടെ ലഭിച്ച അരുളപ്പാടനുസരിച്ച് ജനത്തിന് ഹല്ലേലൂയ 70 വർഷം കഴിഞ്ഞ് മടങ്ങി വരവിന് വേണ്ടി ദൈവത്തോട് ഇടിവിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേൽ ദൈവസന്നിധിയിൽ
ദൈവസന്നിധിയിൽ ഉപവാസത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ തന്റെ മുമ്പിലേക്ക് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഗബ്രിയേൽ ദൂതൻ വന്ന് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നീ ഉപവാസത്തിന്റെ 1-ാം പകൽക്കാലം ദൈവ സ്വർഗത്തിൽ നിന്ന് നിനക്ക് ഉത്തരമരുളുവാൻ ദൈവം എന്നെ അയച്ചു. എന്നാൽ ദേശത്തിന്റെ പ്രഭു എന്നെ തടയുവാനിട വന്നു. ദൈവത്തിന്റെ ദൂതനായ മിഖായേൽ അവനോട് യുദ്ധം ചെയ്ത ഇപ്പോൾ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കും. ഒരു ഉപവാസപ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ 1-ാം പകൽക്കാലം സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? മറുപടി അയച്ചു. പക്ഷെ ദേശത്തിന്റെ ശക്തി എന്ത് ചെയ്തു? ഗബ്രിയേൽ ദൂതുവാഹനായ ഗബ്രിയേലിനെ തടയുവാനിട വന്നു. ഒരു ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, പൗലോസിന്റെ വാഗ്ദത്തങ്ങൾ മുമ്പിൽ ദേശത്തിന്റെ ശക്തികൾ തടയാൻ നോക്കിയെങ്കിൽ സാധാരണക്കാരനായ അവരുടെ ഒരു അംശം പോലും എത്താത്ത നമ്മളെ പോലുള്ള വ്യക്തികളുടെ വാഗ്ദത്തങ്ങളെ ദേശത്തിന്റെ ശക്തികൾ എത്രമാത്രം തടയും ദൈവവൈതലേ. ഇങ്ങനെയുള്ള തടഞ്ഞു വെച്ച മതിൽക്കെട്ടുകളെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കുന്ന ദൈവമക്കളായി തീരുവാൻ നമുക്ക് കഴിയും. ദാവീദിനെ പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ ചാഞ്ചിയല്ല, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവജനമേ, 4 വിധമായ മതിൽക്കെട്ടുകളെ കുറിച്ച് ഞാൻ പറയുവാനിടം. ഒന്ന്, നമ്മൾ കെട്ടിവെച്ച മതിൽക്കെട്ട്, ചുറ്റുമുള്ളവർ കെട്ടിവെച്ച മതിൽക്കെട്ട്, പിശാച് കെട്ടിവെച്ച മതിൽക്കെട്ട്, വാഗ്ദത്തങ്ങളിൽ മതിൽക്കെട്ട്. ഇതിനൊക്കെ എങ്ങനെ ജയം പ്രാപിക്കാൻ കഴിയും? സങ്കീർത്തനക്കാരൻ 4-ാം സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഞാൻ ഞെരുങ്ങിയിരുന്നപ്പോൾ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. 4-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോ നീ എനിക്കൊരു വിശാലത. നമുക്കൊരു വിശാലതയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ വിശാലത നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെങ്ങനെ കഴിയും? അത് ദൈവത്താൽ മാത്രമേ കഴിയൂ. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിനക്ക് ചുറ്റും കെട്ടിയ സകല മതിലുകളെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കുവാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ നിന്റെ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞിലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്കും അപ്രകാരം കഴിയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വചനം നിർത്തുന്നു. ഒരു നിമിഷങ്ങൾ അടയ്ക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ദാവീദിന് മുമ്പിൽ കെട്ടിവച്ച ശത്രുക്കളും ശൗലും തന്റെ മകനും കെട്ടിവച്ച മതിൽക്കെട്ടുകളെ ദൈവത്താൽ മതിൽ ചാടിക്കടന്നത് പോലെ കർത്താവേ, ഞങ്ങൾ കെട്ടിവച്ച മതിലുകൾ, ചുറ്റുപാടുമുള്ളവർ കെട്ടിവച്ച മതിലുകൾ, പിശാച് കെട്ടിയ മതിലുകളെ, വാഗ്ദത്തങ്ങളുടെ നടുവിൽ കെട്ടിയ മതിലുകളെ ഈ ദിവസങ്ങളിൽ ദൈവത്താൽ മതിൽ ചാടിക്കടക്കുന്ന ദൈവമക്കളായി തീരുവാൻ, ദൈവജനമായി തീരുവാൻ ഞങ്ങൾ അതിനായി ഓരോ വ്യക്തികളെയും ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങൾ ഒരുക്കുമാറിന്റെ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഇത് കൽപ്പിച്ച നല്ല വചനത്തിനായ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. കർത്താവ് എന്ന് കടന്നു വന്ന എല്ലാ ദൈവജനത്തിലും ഈ വചനം ഒരു അനുഗ്രഹമായ ദൈവം തീർത്തതിനായി ശ്രദ്ധിക്കുന്നു. വരും ദിവസങ്ങളിൽ അവർ മുമ്പിൽ കെട്ടിയ മതിൽക്കെട്ടുകൾ അവർ മതിൽ ചാടിക്കടന്ന് ചില ദൈവപ്രവൃത്തികൾ ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി എന്ന് പറയുന്ന മറുപടിയുടെ ദിനങ്ങളായി തീരുവാൻ സ്വർഗം ഇടവരുത്തുവാൻ പോകുന്നതിനായി ശ്രദ്ധിക്കുന്നു. കർത്താവേ ഈ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണം. ദൈവദാസർ ഓർത്തുകൊണ്ട്, കുടുംബത്തെ ഓർത്തുകൊണ്ട്, കടന്ന ദൈവത്തെ ഓർത്തുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കുവാൻ സകലരെയും പിതാവിനെയും പുത്രപരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരുവാൻ സഹായം ദൈവരോട് ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.